നമസ്കാരം. ഗൾഫിൽ അശാന്തമായിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾ. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇരു രാജ്യങ്ങളും ഇറാനുമേൽ നടത്തുന്നത്. ഇറാനും വെറുതെ ഇരിക്കുന്നില്ല. അവർ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചില യാത്രാ വിമാനങ്ങളൊക്കെ ഗൾഫ് രാജ്യത്തിൽ നിന്നും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വന്നിരുന്നു. അത് അവിടെ ഒരു സമാധാനം ഉണ്ടാകുന്നു എന്നൊരു തോന്നലാണ് നൽകിയത്. പക്ഷേ ആ തോന്നൽ ലംഘിച്ചുകൊണ്ട് ഇന്നിപ്പോൾ സൗദിയിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിരിക്കുകയാണ്. സൗദിയിലും ബഹ്റൈനിലും ഖത്തറിലുമെല്ലാം വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് പ്രത്യാക്രമണം അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുമുണ്ട്. ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇത്തരത്തിൽ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേൽ വാരി വിതറുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേൽ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് എണ്ണ വില ഉയരുക എന്നുള്ളതാണ്. എണ്ണ ഉൽപ്പാദനം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. എണ്ണ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. ഇന്ത്യയുടെ എണ്ണ വരവിൻ്റെ ഏതാണ്ട് 50% അതുവഴിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ഓയിൽ ഷോക്ക് ഉണ്ടാകുമോ? ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്തൃ രാജ്യമാണ്. അതും അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഒരു ഓയിൽ ഷോക്ക്, ഒരു എണ്ണ ദൗർലഭ്യം അനുഭവപ്പെടുമോ? അത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് അങ്ങനെ ഒരു ദൗർലഭ്യം ഉണ്ടായാൽ അത് വളരെയധികം ദോഷകരമായിരിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ ബാരലിന് 79 രൂപ 44 പൈസയായി വർദ്ധിച്ചിരിക്കുന്നു. അത് $100 അടുത്തേക്കോ അല്ലെങ്കിൽ $100 കടക്കുന്ന സാഹചര്യത്തിലേക്കോ ഉണ്ടായേക്കാം. കാരണം ഈ യുദ്ധം ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ 5 ആഴ്ച വേണ്ടിവരും എന്ന് ട്രംപ് തന്നെ പറയുമ്പോൾ തീർച്ചയായും ഈ യുദ്ധം ഇനിയും തുടർന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ തുടരുകയാണ് എങ്കിൽ എണ്ണവില 100 കടക്കുമെന്നുറപ്പാണ്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ അതിനെ എങ്ങനെ ബാധിക്കും എന്നാണ് ഇപ്പോൾ പല വിദഗ്ധരും വിലയിരുത്തി വരുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആരോഗ്യകരമായ ഒരു ഓയിൽ റിസർവ് അവിടെയുണ്ട്. 4 ആഴ്ച 5 ആഴ്ചയൊക്കെ പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഓയിൽ റിസർവിൻ്റെ ഒരു വലിപ്പം, അതിൻ്റെ യഥാർത്ഥ കണക്ക് ലഭ്യമല്ല. എങ്കിൽ പോലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 590 മുതൽ 650 വരെ മില്യൺ മെട്രിക് ടൺ ഓയിലാണ് ഇന്ത്യക്ക് റിസർവ് ആയിട്ടുള്ളത്. അതായത് ഇന്ത്യ വാങ്ങി ശേഖരിച്ചു വച്ചിരിക്കുന്നത്. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശേഖരമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആഭ്യന്തര ഉപഭോഗമനുസരിച്ച്, ഇന്ത്യയുടെ ആഭ്യന്തര ഉപഭോഗമനുസരിച്ച് ഏതാണ്ട് 74 ദിവസം ഉപയോഗിക്കാനുള്ള എണ്ണ റിസർവ് ഇന്ത്യയുടെ പക്കൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് 4 ആഴ്ചയോ 5 ആഴ്ചയോ ഇത്തരത്തിൽ യുദ്ധം നീണ്ടാലൊന്നും ഇന്ത്യയുടെ ആ ഓയിൽ ഷോക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയാൽ ഇന്ത്യ മറ്റു ചില നടപടികൾ എടുക്കും. ഇപ്പോൾ തന്നെ എണ്ണയുടെ കാര്യത്തിൽ മറ്റു ചില തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യം, അത് വാങ്ങുന്ന എണ്ണയുടെ ക്വാണ്ടിറ്റി ഉയർത്താൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ബദൽ മാർഗങ്ങളും ഇന്ത്യയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇന്ത്യ ഭയക്കേണ്ടതില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഭാരതീയരാണ്. ഈ ഗൾഫ് മേഖലകളിൽ, ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെയുള്ള ലക്ഷക്കണക്കിന് ഭാരതീയർ ഉണ്ട് എന്നുള്ളതാണ്. അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ പുനരധിവാസം എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആശങ്ക. എന്തായാലും എണ്ണവില അത് എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ ഇന്ത്യയുടെയും ആശങ്കയാണ്. പക്ഷേ തൽക്കാലം ഇന്ത്യക്ക് ഭയക്കാനില്ല. ഇന്ത്യക്ക് ഇപ്പോൾ ആരോഗ്യകരമായ ഒരു ഓയിൽ റിസർവ് ഉണ്ട് എന്നാണ് ഈ രംഗത്തെ പല വിദഗ്ധരും വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.